ശ്രീ ജവാദ്, ഇതിലിപ്പോ സുന്നി ജമാഅത്ത് തർക്കം ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു ബാലൻസ് വേണമല്ലോ. അപ്പൊ രണ്ടുപേരും ഒരു പക്ഷത്തിന് രണ്ടുപേരും മറുവശത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും ഇവിടുത്തെ ചർച്ച രാഷ്ട്രീയമാണ്. LDF UDF എന്നുള്ളത് തന്നെയാണ് ചർച്ച. അതിൽ സ്വാഭാവികമായിട്ടും തിയോളജിയൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ഷാഫി ചാലിയൻ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ AP സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരുമിച്ച് LDF-നെ പിന്തുണയ്ക്കുകയും ഒരുമിച്ച് അവരുടെ ഭരണകാലത്ത് വിവിധ സംവിധാനങ്ങളിൽ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി, വഖഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പാലോളി കമ്മിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, പാഠപുസ്തകം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കും പിന്തുണച്ച കാലത്ത് സേ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ UDF-നെ പിന്തുണയ്ക്കുന്നു. നാളെ ഇനിയിപ്പോൾ അവർ ആരെ പിന്തുണയ്ക്കുമെന്ന് അറിയില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളായിട്ട് എടുത്താൽ പോരെ? പറഞ്ഞോളൂ. ഓക്കെ അഭിലാഷ്, ഇതില് വ്യക്തിപരമായി ഗവേഷകർക്കും ആക്ടിവിസ്റ്റുകൾക്കും ഒക്കെ ചർച്ചകളിൽ ഇടമുണ്ട്. ഏതെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക പ്രതിനിധികളായിട്ട് മാത്രമല്ല ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന സാമാന്യ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. ഇതില് വളരെ ഗൗരവതരമായി ഞാൻ ഈ ചർച്ചയിൽ നിരീക്ഷിച്ച ഒരു കാര്യം, VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഷാഫി ചാലിയത്തെ പോലെയുള്ള UDF-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദങ്ങളെ ന്യായീകരിക്കാൻ അദ്ദേഹം അതിനൊരു ന്യായങ്ങളൊക്കെ ഈ ചർച്ചയിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലും പറയാത്ത ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് അപകടകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല. നേരത്തെ പറഞ്ഞു സുന്നി ചിന്തകർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ എന്താണ് ഈ ചർച്ചയിൽ കാര്യമെന്ന്. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ അല്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യത്തിൽ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്നത് RSSന്റെ മതരാഷ്ട്രവാദത്തിൽ നിന്നും വ്യത്യസ്തമാണ്. RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമാണ് എന്ന വാദത്തിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം, മതരാഷ്ട്രവാദം രൂപപ്പെടുന്നത് തന്നെ. അത്തരമൊരു തിയോളജിക്കൽ പ്രശ്നത്തിലാണ് VD സതീശൻ ഇടപെട്ടിരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതും. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിന് ഇസ്ലാമിക ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമാണ് എന്നാണ്. അതിൽ ഷാഫി ചാലിയത്തിന് സംശയമുണ്ടെങ്കിൽ മൗദൂദിയുടെ കുത്തുബാത്ത് ജമാഅത്തെ ഇസ്ലാമി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ 264-ാമത്തെ വാദത്തിൽ പേജിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം എന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ നേരത്തെ ഇതിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വല്ല നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഖേദമുണ്ട്, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഇത്രയും ധാരണയില്ലായ്മ കാണുമ്പോൾ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കോൺഗ്രസ് ഭരണകൂടം തന്നെ 2 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ UDF ഭരണകൂടം സത്യവാങ്മൂലം നൽകിയത്? അതിന്റെയും അപ്പുറം ഇനി രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് സ്വീകാര്യനായിരിക്കില്ല. പക്ഷെ അതേ സമയത്ത് 1953 സെപ്റ്റംബർ 1 ഇന്ത്യൻ പാർലമെന്റിൽ വാരാണസിയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയ രഘുനാഥ് സിംഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ വാദങ്ങൾ ഈ രാജ്യത്തിനെ ഗുരുതരമായി ബാധിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അന്ന് കോൺഗ്രസിന്റെ മന്ത്രിയായ KN ഗഡ്ജു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നിഗൂഢമായ പ്രവർത്തനങ്ങളെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും നടപടികൾ സ്വീകരിക്കും എന്നുമാണ് MP രഘുനാഥ് സിംഗിന് കോൺഗ്രസിന്റെ MPക്ക് അദ്ദേഹം നൽകിയ മറുപടി. അതിനുശേഷം 1953 സെപ്റ്റംബർ 15 കൈലാസ് നാഥിന് ജവഹർലാൽ നെഹ്റു അയക്കുന്ന ഒരു കത്തുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് അറ്റർലി ബിഗറ്റഡ് എന്നാണ്, അന്ധമായ മതഭ്രാന്തന്മാർ. അതിനുശേഷം ജവഹർലാൽ നെഹ്റു പറയുന്നു, ഈജിപ്ത്, ഇന്തോനേഷ്യ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഈ സംഘടന അപകടങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിം രാജ്യങ്ങൾ പോലും ഇത്തരം സംഘടനകളെ, ജമാഅത്തെ ഇസ്ലാമിക്ക് സമാനമായ ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകളെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ, ഈ സുന്നി ആക്ടിവിസ്റ്റ് ജവാദിന് കൊടുത്ത പോലെ ഇടപെടലില്ലാതെ എനിക്കും താങ്കൾ സമയം തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം 2 പേർ അപ്പുറത്തും 2 പേർ ഇപ്പുറത്തും എന്ന് പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഷാഫി ചാലിയവും ഞാനും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളായിട്ട് UDF-ന്റെ പ്രതിനിധികൾ, അപ്പോൾ LDF-ന്റെ പ്രതിനിധിയായിട്ടാണോ CPM-ന്റെ പ്രകാശ് മാസ്റ്ററോടൊപ്പം ഈ സുന്നി ആക്ടിവിസ്റ്റിനെ വിളിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട്. അവസാന അഭിപ്രായം പറഞ്ഞാൽ മതി. സുന്നി ആക്ടിവിസ്റ്റ് LDF-ന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയാൻ എനിക്ക് മടിയില്ല.
ഇനി ജമാഅത്തിന് വേണ്ടിയിട്ട് മറുപടി പറയാൻ അവരുടെ പക്ഷം പറയാനായി ഒരാളില്ല എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് ഷാഫി ചാലിയും ജിൻഡോവും ഉണ്ടല്ലോ എന്നാ. ഞാൻ ജമാഅത്തിന് വേണ്ടി പറയാൻ വന്നിരിക്കുന്ന ആളല്ല, ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്ന ആളാ. ജമാഅത്തിന് വേണ്ടിയിട്ട് ഈ സുന്നി ആക്ടിവിസ്റ്റ് പറഞ്ഞതിന് വിപരീതമായിട്ട് എതിർത്ത് പറയാനുള്ള പോയിന്റുകൾ അവരാണ് പറയേണ്ടത്, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ അവരെ പൂർണ്ണമായിട്ട് യോജിക്കുകയോ പൂർണ്ണമായിട്ട് എതിർക്കുകയോ ചെയ്യുന്നയാളല്ല. ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക്. ഇനി എനിക്ക് ഈ ജവാദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. RSSന്റെ മതരാഷ്ട്രവാദം അത് പൊളിറ്റിക്കലാണെന്ന് താങ്കൾ പറഞ്ഞു. അത് എവിടത്തെ പൊളിറ്റിക്കലാ? RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണോ? എങ്കിൽ പിന്നെ എന്താ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് എന്തിനാ RSSകാര്? അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ എന്തിന്റെ പേരില? ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരിൽ ആക്രമിക്കുന്നത് RSSകാര്. അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമാണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കണം ജവാദെ. എന്നിട്ട് വേണം RSSന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമെന്നുള്ള ആ ലേബലും അഡ്രസ്സും കൊടുക്കാൻ. താങ്കൾക്ക് നാണമല്ലേ? താങ്കൾ പറയുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ. ഇനി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ പറയാൻ മാത്രം പ്രഗത്ഭനും വിദഗ്ധനും ഗവേഷകനും അല്ല ഞാൻ മതകാര്യങ്ങളിൽ അത്രത്തോളം വിദഗ്ധനൊന്നുമല്ല. തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് മാതൃഭൂമി ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതുപോലുള്ള ആളുകളെ വിളിച്ചിരുത്തിട്ട് ചർച്ച ചെയ്യണം. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, അവിടെ പറയട്ടെ, കേക്ക്, അവിടെ ഇരിക്കേ. താങ്കൾ പറഞ്ഞ കേട്ടില്ലേ? ഇനി ഞാൻ പറയട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹിസ്റ്ററി താങ്കൾ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ 10, 40, 50 കൊല്ലം കാലത്തെ മുമ്പത്തെ കാലമൊക്കെ പറഞ്ഞല്ലോ. അവര് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു, പിണറായി വിജയന്റെ CPM പിന്തുണച്ചിരുന്നു. ജവാദ് എവിടെയായിരുന്നു? ജവാദ് ചോദിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയനോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ? ജവാദ് എവിടെയായിരുന്നു? ജവാദ് ഇത്രയും വർഷം ജവാദ് എവിടെയായിരുന്നു? RSSനെതിരെ പോരാടാൻ ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചപ്പോ താങ്കൾ എവിടെയായിരുന്നു? താങ്കളുടെ ആക്ടിവിസം എവിടെയായിരുന്നു? താങ്കളെ ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്നിരുന്നിട്ട് ഗോൾ അടിച്ച് കളിക്കല്ലേ? താങ്കൾക്കെതിരെ പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇല്ലാത്തടത്ത് താങ്കൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഉത്തരവാദിത്വമല്ല. പക്ഷെ ഒരു കാര്യം പറയണം, ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്ന് ബോൾ അടിച്ച് കളിക്കുന്നത് അത്ര മിടുക്കല്ല ജവാദെ. താങ്കൾ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 9.5 വർഷമായിട്ട് കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് RSSന് അടിമവേല ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നാവ് ഉയർത്താൻ പറ്റാത്ത സുന്നി ആക്ടിവിസ്റ്റ് ആണ് പോലും. നാണമില്ലേ ഇത്തരം വർത്തമാനം പറയാനായിട്ട്? താങ്കൾ പാവപ്പെട്ട കുട്ടികളെ ഈ മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ പാവപ്പെട്ട കുട്ടികളെ തെരുവുനായ കടിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. വാക്സിൻ എടുത്തിട്ട് കുട്ടികൾ മരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. പിണറായി വിജയന്റെ സർക്കാരിന് നേരെ നിന്ന് ഒരു അഭിപ്രായം പറയും. മധുരയിൽ പോയി കഫി അണിഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്ന ആ മതരാഷ്ട്രവാദം, ആ കുൽസിത രാഷ്ട്രീയവാദം, ആ സംഘപരിവാർ വാദമുള്ള പിണറായി വിജയനെ തിരുത്തിട്ട് വാ, എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ പറയാനായിട്ട്. ചായ കുടിച്ചോ?